ഓറഞ്ച് കളർ അയ്യോ അതൊക്കെ ഇതാ ഹലോ ഡിയർ ചിയേഴ്സ്. ഇപ്പൊ സമയം ഏകദേശം 5:30 ഇന്ന് ഞാൻ പോകുന്നത് നേരെ ഗുഡൽപേട്ടേക്കാണ്. ഇന്നലെ രാത്രി എടുത്തൊരു തീരുമാനമാണ്, പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പൊ എന്ത് ചെയ്ത് എന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ ഗുഡൽപേട്ട് ചെയ്യാം. ഓക്കെ, ബൈ. ഹായ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉണ്ടൽപേട്ട് എത്തി. ഉണ്ടൽപേട്ട് എത്തിയില്ല, ഇനിയും കുറച്ചുകൂടെ പോകാണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബോർഡർ ഇങ്ങനെ കടന്നു വന്ന് ഫോറസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഹൈവേമിൽ ഒരുപാട് പൂന്തോട്ടം ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ പരിപാടി ആൾക്കാർ. പക്ഷെ അവിടെ ഫുള്ള് ആൾക്കാരാണ്. പൂനെ നടുക്ക് ഫുള്ള് നിന്നിട്ട് ഈ പൂനേക്കാളും ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ആണ് എൻ്റെ കൂടെ ഉള്ള ഒരു കമ്പനിക്കാരൻ പറഞ്ഞത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്യൂട്ടി ആയിട്ടുള്ള ഇതുപോലത്തെ പരിപാടികൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാം. ഇവിടെ അധികം ആളുകൾ അങ്ങനെ വരല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊടുക്കുന്ന സമയത്ത് ആ ദൂരത്തുനിന്ന് ഹൈവേ ഇങ്ങോട്ട് കട്ട് ചെയ്ത് വന്ന സമയത്താണ് അവിടെ വലിയൊരു മല കണ്ട്. ആ മലേന്റെ താഴെ ഒരുപാട് ഇതുപോലത്തെ കളർ ദൂരത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് ആ ഓറഞ്ച് കളർ ഇങ്ങനെ കാണാൻ. അപ്പൊ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ പോണ വഴിക്കാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും അതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ കാണാം. ഓക്കെ അണ്ണാ, അതൊക്കെ ഇതാ എന്താ ഫ്ലവർ ഇതാ. ഓക്കെ അണ്ണാ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു സീനറി പരിപാടിയാണ് ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു ആക്ച്വലി ഒരു ഗ്രാമമാണ്, ഉൾപ്രദേശമാണ്. ഭയങ്കര രസമുണ്ട് അത് ഇങ്ങനെ കാണാൻ. ദൂരത്ത് നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. ചില ഭംഗികൾ അങ്ങനെയാണല്ലോ, നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അടുത്ത് നിന്ന് കാണുന്നതിനേക്കാളും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വന്നിട്ടൊന്നുമില്ല, പരിപാടി കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനേക്കാൾ മനോഹരമായിരിക്കും മലേന്റെ പരിപാടി, അടിഭാഗത്തുള്ള പരിപാടി ഉള്ളത് എന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഇങ്ങോട്ട് ബൈക്കൊന്നും അധികം കയറില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഞങ്ങൾ വന്നതൊരു സാധാ ഒരു സ്പ്ലെൻഡറിലാണ്. അപ്പോൾ ചില പരിമിതികളുണ്ട് കണ്ടോ. ഇവിടെ താഴെ നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണിത്. ആക്ച്വലി ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടത്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് ഇപ്പൊ ഏകദേശം മലേന്റെ ഒരു സെൻട്രൽ പോർഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. നടന്നാണ് കയറിയത്. കുറച്ച് ബൈക്ക് വരുള്ളൂ. ഞങ്ങൾ വന്ന ബൈക്ക് കുറച്ചേ വരുള്ളൂ. ഞങ്ങൾ സ്പ്ലെൻഡറിലാണ് വന്നത്. അപ്പൊ അത് കുറച്ചേ വരുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു പരിപാടി റോഡാണ്. അപ്പോൾ നടന്ന് കയറണം. ടയർഡായിട്ടുണ്ട്, ആവുന്നില്ല. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഈ പരിപാടി. നമ്മളെ പൂവിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വൃത്തി ഇങ്ങനെ കാണുന്നതാണ്. നല്ല രസമുണ്ട്, നല്ല സീനറിയാണ് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ. അപ്പോൾ നമ്മൾ മുകളിൽ പോയി നോക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ പരിപാടികൾ മെച്ചപ്പെട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം. ഇവിടെ ഇങ്ങനെ വരുന്നതനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊക്കെ താഴെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ആ വെള്ളവും പിന്നെ ഈ പച്ചയും ഓറഞ്ചും കളറും അയ്യോ എല്ലാം കൂടെ കാണാൻ നല്ല രസമാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നല്ല വൃത്തിക്ക്. അപ്പൊ എല്ലാവരും വരുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരുന്നത് ശ്രദ്ധിക്കുക, താഴെ നോക്കി നടക്കുക, അല്ലെങ്കിൽ കുത്തി മലന്നതുപോലെ പോകും. അപ്പൊ അതാ സീനറി ഇതാ നോക്കി. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെ നിങ്ങളൊന്ന് നോക്കിയേ, രസമുണ്ടോ? പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഒരു കോടുണ്ടെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവേൻ. പക്ഷെ കോടല്ല, നിർഭാഗ്യവശാൽ കോടല്ല, കാര്യമില്ല. എന്നാലും നോക്കാം. അപ്പൊ അതാണ്. ഇനിയും ഇതുപോലത്തെ ഹിഡൻ പ്ലേസ് തപ്പി പോണമെന്നുണ്ട്. പക്ഷെ ഇതൊരു പാളിയ ഹിഡൻ പ്ലേസ് ആണ്, പക്ഷെ രസമുണ്ട്, നൈസ്. അപ്പൊ ഇവിടുന്ന് ഒരു പോർഷൻ അങ്ങോട്ടാണ് കിടക്കുന്നത്.
അങ്ങോട്ടൊക്കെ നല്ല രസമുണ്ട്. അത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ വന്ന് ഞാൻ നിന്ന് കാണാൻ നല്ല രസാ. വീണ് എല്ലാം കൂടെ കുഴപ്പമില്ല. ആക്ച്വലി നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടപ്പോൾ ആ ഒരു പോർഷനാണ് കണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു പരിപാടി കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ രസമുണ്ട്. അവിടെ രണ്ടാൾക്കാർ നിന്നിട്ട് അത് വെട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പറിച്ച് ചാക്കിൽ കയറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അതെ, ചാക്കിൽ കയറ്റുന്ന പരിപാടിയാണ്. അപ്പൊ അതുണ്ട്. അപ്പൊ ഒന്ന് താഴെ നമുക്ക് അതൊന്ന് പോയി നോക്കാം. പക്ഷെ വാ നമ്മൾ പോയി നോക്കാം. ഇപ്പൊ നമ്മളെ ഇവര് പൂ പറിക്കുന്ന സംഭവമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരാ പറിക്കുന്ന രീതിയും പരിപാടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. വാ. ഹലോ, പേര് അശ്വിൻ. ചേട്ടന്റെ പേര്? ശിവ. ഓക്കെ. മലയാളം അറിയോ? അറിയോ? അപ്പൊ എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ തന്നെ. അപ്പൊ മലയാളം എങ്ങനെ നല്ല ഉള്ളിലേക്കായിട്ടു പണിക്ക് പോയതാ. ഓക്കെ ഓക്കെ. അക്കയുടെ പേരെന്താ? മല്ലിക. ഓക്കെ. അപ്പോൾ ഇവരിതാ പൂ ഇങ്ങനെ പറിച്ച് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ ചാക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് അത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അണ്ണാ ഇത് എക്കടെ? കേരളവാ? തമിഴ്നാടാ? തമിഴ്നാട്ടേക്ക് നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഇവിടെ ഇത് സെറ്റ് ചെയ്യാന്? ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ രണ്ടാളുകൾ ഇതിങ്ങനെ പൂ ഇങ്ങനെ പറിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഇപ്പൊ തമിഴ്നാട്ടിലേക്കാണ് ഇത് സംഭവം സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഇപ്പൊ അവിടെയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കുറെ ചാക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടം അതായത് ഇങ്ങനെ ഒരു പോഷായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് തന്നെ. പക്ഷെ ക്യാമറയിൽ നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ റിയൽ ഐസിൽ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത്. ഓക്കെ, ഇതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല വെയിലേനു, കണ്ണു കുത്തുന്ന വെയിലിൽ ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ മെല്ലെ പതിയെ താഴെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കൂടെ പോന്ന്. പിന്നെ വീഡിയോ എടുക്കാനുള്ളതില്ല, കംപ്ലീറ്റ് വെയിലായതുകൊണ്ടേ. അപ്പൊ ഞങ്ങൾ പോന്ന് ഞങ്ങൾ കേരളത്തിലെത്തി. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ നാടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങളത് കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ശരി, സൈനിങ് ഓഫ്. ബൈ.